നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആഡ്സ് പ്രോ അതായത് ആഡ്സ് പ്രോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓട്ടോക്യാഡിൽ നിന്ന് ഈ ടാബ്സിലേക്ക് നമ്മുടെ ലേഔട്ട് ഇല്ലേ ബി സി ലേഔട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എങ്ങനെ ഡയറക്റ്റ് പെട്ടെന്ന് എങ്ങനെ എളുപ്പത്തിൽ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. യൂഷ്വലി നമ്മൾ സാറിന് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ഓരോ ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ആവട്ടെ ഫസ്റ്റ് ഫ്ലോർ ടെറസ് ഫ്ലോർ അങ്ങനെ ഓരോ ഫ്ലോറിന്റെ എടുത്തിട്ട് ഓരോന്നായിട്ടാണ് നമ്മൾ ഈ ടാബ്സിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ കോളംസ് ഒക്കെ വരച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ്സ് പ്രോ യൂസ് ചെയ്തിട്ട് ഇപ്പം സ്ക്രീനിൽ ഒരു റഫ് പ്ലാൻ കാണാം. അപ്പം ഇതേപോലെ തന്നെ ഈ സെയിം പ്ലാൻ വിത്ത് കോളം അതേ കോളം പ്രോപ്പർട്ടിയോട് കൂടി തന്നെ നമുക്ക് ഈ ടാബ്സിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ആദ്യമേ നമ്മൾ ആഡ്സ് പ്രോ ഈ ടാബ്സ് അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്യാഡ് ഫയലും ഓപ്പൺ ആക്കി ഇട്ടേക്കുക. ആദ്യം നമ്മൾ എങ്ങനെ ആഡ്സ് പ്രോ എടുക്കുക, എന്നിട്ട് അതിൽ ടൂൾസിൽ പോയിട്ട് ക്രിയേറ്റ് മോഡൽ കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് മോഡലിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് നമ്പർ ഓഫ് സ്റ്റോറീസ്, നമുക്ക് എത്ര സ്റ്റോറീസ് വേണം എന്നുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. 3 or 4 നമ്മുടെ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുക്കുക. പിന്നെ സ്റ്റോറി ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ, ഓരോ സ്റ്റോറിയുടെയും ഹൈറ്റ് എത്ര എന്നുള്ളത് സെന്റിമീറ്ററിൽ കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഇതുപോലെ കൊടുത്താൽ മതി. റെഗുലർ ടൈപ്പ് ഈ ടാബ്സ് മോഡലായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടുമാണ്, ലെയർ ഓഫ് ബീംസും ലെയർ ഓഫ് കോളംസും. അതായത് നമ്മൾ ഈ ക്യാഡ് ഫയലിൽ കൊടുക്കുന്ന ലെയേഴ്സ് ആണ്. നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പം എന്ത് പേരിലാണോ ബീംസും കോളംസും കൊടുത്തേക്കുന്നത് അതേ പേരായിരിക്കണം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നമ്മൾ കൊടുത്ത ഏത് ലെയർ നെയിം ആണോ അതിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ഇവിടെ നോക്കാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കാൻ ലേഔട്ട് കൊടുക്കുക. സ്കാൻ ലേഔട്ട് കൊടുത്തിട്ട് നമ്മുടെ ക്യാഡ് ഫയൽ എടുക്കുക, ഇതൊന്ന് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പം ഇതുപോലെ സ്കാൻ ആയി വരും. ഒരു റെഡ് കളർ ലൈൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്കാൻ ആയിട്ടുണ്ട്. ഇനി അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ആഡ്സ് പ്രോയിലേക്ക് പോയിട്ട് ഇപ്പം നമുക്ക് ആഡ്സ് പ്രോ എടുക്കുമ്പോൾ കാണാം നമ്മൾ സ്കാൻ ചെയ്ത ലേഔട്ട് ഇവിടെ വന്നിട്ടുണ്ട്. വിത്ത് ബീമും കോളമായിട്ട് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്രിയേറ്റ് മോഡൽ കൊടുക്കുക. ക്രിയേറ്റ് മോഡൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് മോഡൽ കൊടുത്തിട്ട് ഈ ടാബ്സ് എടുക്കുക. എന്നിട്ട് ഇതിൽ 3D വ്യൂ എടുക്കുക. കണ്ടോ? അപ്പം ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് കോളംസ് വെച്ച് കൊടുക്കണം. ഇതിപ്പം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം ഇതിൽ നോക്കുമ്പോൾ അറിയാം എന്താ കോളംസ് ഒന്നും കറക്റ്റ് കോർണറിലല്ല ജോയിൻ അയക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ചു കൊടുത്തതിനകത്ത് ഈ കോളംസ് ഒന്നും കറക്റ്റ് സെന്ററിലല്ല. അതായത് ഇതിന്റെ ഈ 2 ലൈനിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കണമായിരുന്നു ഈ കോളം കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഡ്രോയിങ്ങിൽ മിസ്റ്റേക്ക് വരുന്നോണ്ടാണ് അവിടെ അതങ്ങനെ വന്നത്. ഇത് കറക്റ്റ് ആക്കി കൊടുത്താൽ തന്നെ അവിടെയും ഈ വരുന്ന കോളംസ് കറക്റ്റ് അതേ കോർണറിൽ തന്നെ വന്ന് ജോയിൻ ആവും.